ഞങ്ങൾ 10 വർഷമായെങ്കിൽ അത് എന്തോ ഒരു 10 വർഷം തന്നെ എത്രയോ വർഷങ്ങൾ പോലെയാണ് ഞങ്ങൾക്ക് ഈ ഒരു പെയിൻ എന്ന് പറയുന്നത്. ഭയങ്കര ഒരു അവസ്ഥയാണ്. ഇത്രയൊന്നും ആക്സിഡന്റ് വന്നിട്ട് ആക്സിഡന്റ് വന്നു കഴിയുമ്പോഴെല്ലാം നമ്മൾ വെല്ലൂരിൽ നിന്നൊക്കെ തിരിച്ചു വന്നു കഴിയുമ്പോൾ വിതിൻ 6 months ഹീൽ ബി ഓൾ റൈറ്റ് എന്നുള്ളൊരു അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് സ്റ്റിൽ. എല്ലാ കാര്യങ്ങളും ഇത്രയും ഇതുമൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇത് വയ്ക്കുമ്പോഴും നമുക്ക് ഓരോ ദിവസം കൂടുമ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. സത്യം പറഞ്ഞു ആദ്യത്തെ ഒരു ഇത് നോക്കുമ്പോൾ ഓരോ ദിവസവും പപ്പയ്ക്ക് മാറ്റമുണ്ട്. പക്ഷെ ഏജ് ഇസ് എ ഫാക്ടർ. പക്ഷെ പപ്പയെ സംബന്ധിച്ച് ഏജ് ഒരു ഫാക്ടറേ അല്ല. ഇപ്പോഴും അല്ല എന്താണ് പറയുന്നത് യങ് ആൻഡ് അത്രയും മനസ്സിന് അത്രയും കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. ആൻഡ് സ്റ്റിൽ വി ഹാവ് എ ബിലീഫ് തമ്പുരാൻ നമ്മളോട് കനിയും നല്ലപോലെ തന്നെ സിൽവർ സ്ക്രീനിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചില്ലേ ഞങ്ങൾക്കൊരു ഭാഗ്യമുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് ഈ 10 വർഷമായിട്ട് ജഗതി ചേട്ടനെ സിനിമയിൽ കാണുന്നില്ല എന്നൊരു ഫീൽ ഞങ്ങൾക്ക് ഇല്ല. കാരണം നമ്മളെപ്പോഴും ഈ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ എന്ന് പറയുന്നത് ജഗതി ചേട്ടനൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമകളുണ്ടോ. പിന്നെ ഇപ്പൊ വാട്സാപ്പിലൊക്കെ ആണെങ്കിൽ കൂടി തന്നെ എല്ലാം എനിക്കിങ്ങനെ ഓരോ പപ്പയുടെ ഓരോ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് അല്ല ഇത്രയും ഒരു കലാകാരനെ മിസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ വേറെ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്കറിയാം. മറ്റേ ഓട്ടപാത്രത്തിൽ ഞണ്ട് വീണ ഓർമ്മയുണ്ടോ സർ ആ പാട്ടൊക്കെ? ഇപ്പോഴും അതൊക്കെ ഭയങ്കര വൈറലാണ് ആൾക്കാരുടെ ഇടയിലൊക്കെ. കുട്ടികൾ പോലും ഇതൊക്കെ പാടുന്നത്. ചേട്ടനെ സാറിന്റെ ഏറ്റവും ഇഷ്ടമുള്ള അച്ഛന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? ഞാൻ ഇവരോട് രണ്ടുപേരോട് ചോദിച്ചതായിരുന്നു. എനിക്ക് എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ്. എന്നാലും കൂടുതൽ ഇഷ്ടം കിലുക്കം. നിങ്ങൾ ആരെങ്കിലും ചെയ്യണ്ടായിരുന്നു അപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് കഥാപാത്രങ്ങളുണ്ടോ? വില്ലൻ റോള് ആണോ? എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ വില്ലനായിട്ട് വേണോ അതും കൂടെ ചെയ്താലല്ലേ വില്ലൻ റോൾ. എന്താ പാസഞ്ചർ അതില് എനിക്ക് പക്ഷെ നേരെ തിരിച്ചായിരുന്നു. കാരണം ഒരു ടോട്ടൽ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ഇത് പപ്പയിൽ നിന്ന് ശരിക്കും ഞാൻ തിരിച്ചറിയുന്നത് അതിൽ നിന്നാണ്. കാരണം എല്ലാം കോമഡിയൻ ആയി ചെയ്തു. എല്ലാവർക്കും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കോമഡിയൻ ആയിട്ടാണെങ്കിലും വില്ലനായിട്ടും ചെയ്തു. ഐ മീൻ അങ്ങനെ കൂടെ ചെയ്യുന്നു. വില്ലൻ എന്തായിരുന്നാലും ഐ മീൻ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു ടോട്ടൽ ആർട്ടിസ്റ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇതിലൂടെയാണ്. അപൂർവം ചിലർ എന്ന് പറയുന്ന പടം സീരിയസ്. തോവാളപ്പൂക്കൾ ഇതൊക്കെ പപ്പ റെക്കഗ്നൈസ്ഡ് ആകാതെ പോയ കുറെ പടങ്ങളാണ്. അവാർഡ് പ്രതീക്ഷിച്ചിരുന്നിട്ട് അദ്ദേഹം പ്രതീക്ഷിക്കാറില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊക്കെ അത് കാണുമ്പോൾ യു ഡിസേർവ് ദിസ് എന്ന് നമുക്ക് തോന്നി. തോവാള പൂക്കൾ, അതുപോലെ തന്നെ അപൂർവം ചിലർ, ഒത്തിരി മൂന്നാം പക്കത്തിലെ അത് അവാർഡ് കിട്ടിയ മൂവിയാണ്. മൂന്നാം പക്കത്തിലെ ആ ഒരു സീൻ, ആ ഓടി വരുന്ന സീൻ, അതൊക്കെ എപ്പോഴും അതിനകത്തുണ്ട്. ഞാൻ ജയറാമേട്ടന്റെ ചെറുപ്പമായിട്ട് മറ്റേ കടപ്പുറത്തോടെ ഒക്കെ ഓടി വരുന്നത് അത് ഞാൻ